ഇവളുടെ മനസ്സ് കവരാൻ ഞാനും ദൈവത്തിൻ്റെ കൂട്ടുപിടിച്ചേ പറ്റൂ. അമ്മേ, ദേവി, പാവം എന്റെ ദേവി, സാഗറിന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണേ, മനസമാധാനവും കൊടുക്കണേ. അമ്മേ, മഹാമായേ, എന്റെ സങ്കടങ്ങൾ തീർത്തു തരണേ. കണ്ണൊക്കെ നിറഞ്ഞല്ലോ. കുറെ നാളായിട്ട് അമ്പലത്തിലൊന്നും കയറാതെ നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ പറ്റി. അവൾ പോയതിനു ശേഷം ദൈവത്തിൽ നിന്ന് അകന്ന് നടക്കുവാ ഞാൻ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ദേവിയെ കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാനും പ്രാർത്ഥിച്ചു സാഗറിന് വേണ്ടി. സാഗറിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കണേന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നന്നായി, അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. മേഘനാഥൻ ചതയൻ നക്ഷത്രം അർച്ചന ഉണ്ടായിരുന്നല്ലോ. ലക്ഷ്മി തിരുവോണം. അയ്യോ, ഞാൻ അർച്ചന പറഞ്ഞില്ലല്ലോ തിരുമേനി. ഞാനാ പറഞ്ഞത്. ഞാനൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ പെൺകുട്ടിയുടെ പേരും ലക്ഷ്മി എന്നാ. തിരുവോണമാണോ ആ കുട്ടിയുടെ നക്ഷത്രം? ആ, അതെ. അത്ഭുതമായിരിക്കുന്നല്ലോ സാഗറെ, എന്റെ നക്ഷത്രം തിരുവോണ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ചേച്ചി. എന്റെ ലക്ഷ്മി പോയതിൽ പിന്നെ എന്റെ മനസ്സ് നേരെയായിട്ടില്ല. ഇപ്പോഴാ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് ചേച്ചിയെ പരിചയപ്പെട്ട ശേഷം. ജന്മത്തിൽ അടുപ്പമുണ്ടായവരാണ് ഈ ജന്മത്തിൽ കണ്ടുമുട്ടുന്നതെന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ചേച്ചിയുമായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടുപ്പം ഉണ്ടായിരുന്നിരിക്കണം. അത് ശരിയാ. സത്യം പറഞ്ഞ സാഗർ ഓഫീസിൽ വന്നത് എനിക്ക് വലിയ ആശ്വാസമായെന്ന് വേണം പറയാൻ. എന്നുവെച്ചാ സാഗറിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാലോ. ചേച്ചിയോട് സംസാരിക്കാൻ നല്ല രസമാണ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.